ഹലോ. ചെടികൾ ഹോൾസെയിൽ എടുക്കുന്നതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീനാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ചെടി നിങ്ങളുടെ വീട്ടിലെത്തുമ്പോഴുണ്ടല്ലോ, ഒരു ചെടി നിങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അത് എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് എവിടെയൊക്കെ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് സാധാരണ ആളുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു പ്ലാൻ ബിസിനസ്സിൻ്റെ ബിഹൈൻഡ് ദ സീൻസാണ്. എങ്ങനെ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാമല്ലേ? അതെ, രാവിലെ തന്നെ യാത്ര തുടങ്ങും. ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവിടെ ആയിരക്കണക്കിന് ചെടികൾ, റെയർ വെറൈറ്റീസ് ഉണ്ടാവും, ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടാവും, ഇമ്പോർട്ടഡ് കളക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ വലിയൊരു ലോകം, വലിയൊരു ഗ്രാമം ചെടികൾക്കായി മാത്രമുണ്ട്. പക്ഷേ അവിടെയാണ് ഒരു വലിയ ചോദ്യം എല്ലാവരും ചോദിക്കുന്നത്. എന്താണെന്നറിയാവോ? നിങ്ങൾ ഹോൾസെയിൽ എടുക്കുന്നത് എവിടെ നിന്നാണ്? ശരിക്കും ഞാൻ ചെടി ബിസിനസ് തുടങ്ങിയ നാൾ മുതൽ നമ്മൾ കേൾക്കുന്നതാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയധികം വെറൈറ്റീസ് കിട്ടുന്നത്? എവിടെ നിന്നാണ് നിങ്ങൾ ഇത്രയധികം വെറൈറ്റീസ് കൊണ്ടുവരുന്നത്? ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസസും പുതിയ ഓർക്കിഡ് റോസ് റെഡും അതുപോലെ തന്നെ സൂപ്പർ ഫെയറിയും അണ്ണിഡൂപ്പറിയും ഒക്കെ കൊണ്ടുവന്നപ്പോഴും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്രയും റെയർ വെറൈറ്റീസ് കിട്ടുന്നത്? ഞങ്ങൾക്കും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ റോസുകളെ എവിടെ നിന്ന് എടുക്കണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ മറ്റ് വെറൈറ്റി പ്ലാന്റ്സ് എവിടെ നിന്ന് എടുക്കണമെന്ന് അറിയില്ല. സത്യമായിട്ട് പറഞ്ഞാലുണ്ടല്ലോ, ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് അറിയില്ല എന്നല്ല കേട്ടോ, പറയാൻ അറിയും, പക്ഷേ അത് പബ്ലിക്കായിട്ട് റിവീൽ ചെയ്യാൻ കഴിയില്ല. എന്താ കാരണമെന്നറിയാമോ? ഒരു മാർക്കറ്റിൻ്റെ ശക്തി എന്ന് വെച്ചാൽ അതിൻ്റെ ബാലൻസ് ആണല്ലേ. അപ്പോൾ ഒരു സ്ഥലം വൈറലായി എല്ലാവരിലേക്കും പോയാലുണ്ടല്ലോ, അവിടെയുള്ള വില മാറും, അവൈലബിലിറ്റി മാറും, ക്വാളിറ്റി മാറും, അവസാനം മാർക്കറ്റ് തന്നെ തകർന്നു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെ, നമുക്ക് പബ്ലിക്കിലേക്ക് നമ്മൾ എവിടെ നിന്നാണ് ഹോൾസെയിൽ എടുക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത്രയും റെയർ വെറൈറ്റീസ് കിട്ടുന്നത് എന്നൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മുടെ ഹോൾസെയിൽ സോഴ്സിങ് ലൊക്കേഷൻസ് നമ്മൾ പൊതുവിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് പറയാത്തത്. ഞാൻ ആദ്യമൊക്കെ അത് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് ഞാൻ ഒത്തിരി നഴ്സറിക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ പബ്ലിക്കായിട്ട് പറയരുത് എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം ഞാൻ പബ്ലിക്കായിട്ട് പറയാറേയില്ല. അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്ലാൻ ബിസിനസ് തുടങ്ങാൻ സീരിയസ് ആയിട്ട് ആഗ്രഹമുള്ളവർക്കുണ്ടല്ലോ, ചെടികളുടെ ലോകം അടുത്തറിഞ്ഞ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഈ യാത്രയുടെ പിന്നാമ്പുഴ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം നമ്മളൊരു സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതെ, ആ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെയർ പ്ലാന്റ് കളക്ഷൻസ്, ഹോൾസെയിൽ മാർക്കറ്റ് വിഷ്വൽസ്, പ്ലാന്റ് സെലക്ഷൻ മെത്തേഡ്സ്, പിന്നെന്താ പറയുക, പ്ലാന്റ് പ്രൈസിങ് അവയർനെസ്, പാക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ബിസിനസ് മൈൻഡ് സെറ്റ്. ശരിക്കും ഒരുപാട് ബിസിനസ്സിൻ്റെ റിയൽ ബിഹൈൻഡ് ദ സീൻസ് ആ ഒരു സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്കത് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതൊന്നും നമ്മൾ യൂട്യൂബ് പബ്ലിക് വീഡിയോസായി അപ്ലോഡ് ചെയ്യില്ല. ഈ വീഡിയോ ഒരു പാട്ട് മാത്രമായിട്ടാണ് കേട്ടോ ഇവിടെ തരുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, അങ്ങനെ ഓരോ യാത്രയും ഓരോ അനുഭവമാക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു നഴ്സറി ബിസിനസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഒരു പ്ലാന്റ് സെല്ലർ എങ്ങനെ വെറൈറ്റീസ് കണ്ടെത്തുന്നു, എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു, എങ്ങനെ മാർക്കറ്റ് മനസ്സിലാക്കുന്നു, അതൊക്കെ റിയൽ വിഷ്വൽസ് സഹിതം നിങ്ങൾക്കിനി അങ്ങോട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയോ, നമ്മൾ വെറൈറ്റീസ് കളക്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ പബ്ലിക് വീഡിയോസിൽ കാണിക്കുന്നത് ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കും. പക്ഷേ സബ്സ്ക്രിപ്ഷൻ വീഡിയോസിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഫാമിലിയിലുള്ളവർക്കാണെങ്കിൽ യഥാർത്ഥ പ്ലാൻ ബിസിനസ്സിൻ്റെ വേൾഡ് തന്നെ തുറന്നു തരാൻ നമ്മളൊരുക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വെറും ചെടി വീഡിയോസ് മാത്രമല്ല, ഇതൊരു പാഷൻ എങ്ങനെ ബിസിനസ് ആകുന്നു എന്നൊരു യാത്രയാണ്. അതെ, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ചെടികൾ ഇഷ്ടമുണ്ടായിരിക്കാം, ചെടികളിൽ നിന്നൊരു വരുമാനം നേടണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ അതെങ്ങനെ, എവിടെ തുടങ്ങണം, എവിടുന്ന് പ്ലാന്റുകൾ സെലക്ട് ചെയ്യണം, എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ അത് എത്തിക്കണം മറ്റുള്ളവരിലേക്ക് എന്നൊക്കെ അറിയാത്തവർക്കായിട്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെയും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നിങ്ങനെ ഓരോ വീഡിയോസായിട്ട് വരുന്നുണ്ടാവും. അതെ, ഒരു പ്ലാൻ ലവർ എങ്ങനെ എൻ്റർപ്രണർ ആവാം എന്നൊരു പഠനമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ബിഹൈൻഡ് ദ സീൻ ജേർണിയിലൂടെ ഭാഗമാകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് എക്സ്ക്ലൂസീവ് വീഡിയോസ് ഇനിയും വരാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോളൂ. എനിക്കറിയാം
ഒത്തിരി പേരും അന്വേഷിക്കുന്നത് നമ്മുടെ വെറൈറ്റി റോസസ് എവിടെ നിന്ന് എടുക്കുന്നു എന്നറിയാനാണ്. അതുപോലെ നമ്മുടെ വെറൈറ്റി പൂമരങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ അറിയാനാണ്. ഓക്കെ, എല്ലാവർക്കും ആയിട്ടുള്ള കിടിലം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. അതിൻ്റെ അടിപൊളി ഒരു പ്ലാന്റ് ഹോൾസെയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, എന്തോരം ചെടികളാണ്. മാംഗോ യെല്ലോ റോസസാണ് ഇതിൽ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ തമിഴ്നാട് കർണാടക ബോർഡറിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ സ്ഥലം ഏതാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് എടുക്കുക, എങ്ങനെ അവിടെ എത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെയും നമ്മുടെ ഡീറ്റെയിൽഡ് സബ്സ്ക്രിപ്ഷൻ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു ഗ്രാമം നിറയെ റോസുകളുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും റോസുകൾ മാത്രമല്ല, ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ടാവും. എങ്കിലും റോസുകളുടെ ഗ്രാമം എന്ന് പറയാനാണ് എനിക്ക് പലപ്പോഴും ഇഷ്ടമുണ്ടാവുക. കാര്യം അത്രത്തോളം നമുക്ക് കാണാനും പഠിക്കാനും വെറൈറ്റീസ് കണ്ടെത്താനും ഒക്കെ അത്രത്തോളം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല കേട്ടോ നമ്മളിത് കളക്ട് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിൽ പോയി പല വെറൈറ്റീസും പല കുഞ്ഞു കാട്ടിലും വീട്ടിലും ഒക്കെ പോയിട്ട് കളക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാം, കാണാം, ചിന്തിക്കാം, പ്രവർത്തിക്കാം, നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഈ ഒരു സംഭവത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേണ്ടേ, ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്കും ബിഹൈൻഡ് ദ സീൻ ജേണിയുടെ ഭാഗമാകണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, സബ്സ്ക്രിപ്ഷൻ എടുത്ത് ജോയിൻ ചെയ്തോളൂ. ഒരുപാട് എക്സ്ക്ലൂസീവ് വീഡിയോസാണ് നിങ്ങൾക്കായിട്ട് വരാനിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എല്ലാ പ്ലാന്റുകൾക്കും പിന്നിലും ഒരു സ്റ്റോറി ഉണ്ടല്ലേ. അതെ, ഒരുപാട് എന്താ പറയുക, തിരഞ്ഞെടുക്കലുകളുടെയും തെരഞ്ഞു പോക്കലുകളുടെയും ഒക്കെ ഒരു സ്റ്റോറിയുണ്ട്. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാനിരിക്കുന്നത്. നിങ്ങൾക്കും അടിപൊളിയായിട്ട് വളരെ ഈസി ആയിട്ട്, കാര്യം നമ്മളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി കണ്ടുപിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളാണ്. അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടാതെ നിങ്ങൾക്കും സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ ഒരു ബിസിനസ് സ്വപ്നം പൂവണിക്കാനുള്ള ഒരു ജേണിയാണ് നമ്മൾ തുറന്നിട്ട് തരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടവർക്ക് മാത്രം ജോയിൻ ചെയ്യാവുന്നതാണ്. ചെടികളോട് അത്രയും പാഷനുണ്ട്, ആ ചെടികളിൽ നിന്നൊരു വരുമാനം വേണമെന്ന ആഗ്രഹമുണ്ട് എന്ന ആഗ്രഹമുള്ളവർക്ക് മാത്രം ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും റെയറായിട്ടുള്ള പ്ലാന്റ്സുകൾ ആദ്യം കാണിക്കുന്നതും നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഫാമിലിയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.